സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പര്യായം, സ്നേഹമെന്ന് നമുക്ക് പഠിപ്പിച്ച് തന്ന ഒരു അമൂല്യമായ വ്യക്തി. ഈ സ്നേഹം നമുക്ക് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ സ്നേഹം നമുക്ക് എന്നും മുതൽക്കൂട്ടായിരിക്കും. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു കഥയുടെ ഔട്ട്ലൈൻ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും എന്താണ് ഇന്നത്തെ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്. പോഡ്കാസ്റ്റ് മുഴുവനായി കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സ്കിപ്പ് ചെയ്ത് പോയാൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുകയും ഏറ്റവും കൂടുതൽ ഞാൻ ഇൻസ്പയർ ചെയ്തിട്ടുമായിട്ടുള്ള ആ വ്യക്തിക്കാണ്. അതായത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഈ വീഡിയോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ തൊട്ട് മുമ്പ് ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടായിരുന്നു. ആ വീഡിയോയിൽ അവരോട് ചോദിക്കുമ്പോൾ ഏറ്റവും വലിയ ഇൻസ്പയറിങ് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആരെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമാണ് അവളുടെ ഉമ്മ എന്നുള്ളത്. അതായത് 17 വയസ്സിലങ്ങണ്ട് അവരുടെ വിവാഹം, അതായത് ഉമ്മയുടെ വിവാഹം കഴിഞ്ഞു. 19 വയസ്സിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ അതിനുശേഷം ഉള്ള ഉമ്മയുടെ സ്ട്രഗിൾസ് അവർ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇന്നത്തെ ഒരു ലൗഡ് പോഡ്കാസ്റ്റ് മദേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലവിന് ഏറ്റവും വലിയ പര്യായവും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അത് എന്നോടൊപ്പം നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് ആ ഒരു സ്നേഹം മാത്രമാണ് എന്നുള്ളതാണ്. ഓക്കെ, അവിടെ ഒരു പിതാവിനും ഒന്നും വാദിക്കാനോ തർക്കിക്കാനോ പറ്റില്ല. അതിൻ്റെ റിയാലിറ്റിയാണത്. ഓക്കെ, നമ്മൾ ഈ ലവ് പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ റൊമാൻറ്റിക് പോഡ്കാസ്റ്റ് ചെയ്യാറുണ്ട്, ഇമോഷണൽ പോഡ്കാസ്റ്റ് ചെയ്യാറുണ്ട്. ഇതും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലവ് പോഡ്കാസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന പല കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നും ഞാൻ അത്തരത്തിലുള്ള കാര്യം തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ബന്ധപ്പെട്ടുള്ള സ്റ്റോറിയാണ്. ഓക്കെ, നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, എത്ര ചീത്ത പറഞ്ഞാലും, എത്രയൊക്കെ വഴക്കിട്ടാലും നമ്മൾ വീണ്ടും അവിടേക്ക് എത്തും. ആ എത്തുന്നത് നമ്മളുടെ കംഫർട്ട് സോണിലേക്കാണ്. ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എന്തും ചെയ്യാനും എന്തും പ്രവർത്തിക്കാനും പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് ലാസ്റ്റ് സ്ത്രീനാഥ് പറയുന്നുണ്ട് ഹോമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം ആ ഹോമിൽ ഏറ്റവും പ്രിയപ്പെട്ടതും നമ്മൾ എന്തും ഷെയർ ചെയ്യുന്നതുമായിട്ടുള്ള ഒറ്റ വ്യക്തികളിലോ അത് മദറാണ്. കാരണം ഫാദറിൻ്റെതായിട്ടുള്ള പല ഫിലോസഫികളും തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാവും. ഈ മദറിന് എത്ര തിരക്കുണ്ടെങ്കിലും അവൾ കേട്ടിരിക്കാൻ ഏറ്റവും കൂടുതൽ നല്ലത് അവർ തന്നെയാണെന്നതാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒന്ന് തന്നെയാണ് ചെയ്യുക. പറയണ്ടാവും വിചാരിക്കും, പക്ഷെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവർ പറഞ്ഞു പോകും. ഓരോ കാര്യങ്ങളും നടന്ന ജീവിതത്തിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സ്ട്രഗിൾസ് എല്ലാം പറഞ്ഞു പോകുന്നതാണ്. ആ ഒരു ബോണ്ടിങ് ഉണ്ട്. ആ പുള്ളിക്കാരത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം പറഞ്ഞത് ഞാൻ എൻ്റെ ബോണ്ടിങ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി. പലതരത്തിലുള്ള പോഡ്കാസ്റ്റ് ചെയ്യുമെങ്കിലും ഒരിക്കലും ഇത്തരം പോഡ്കാസ്റ്റിലേക്ക് ഞാൻ പോയിട്ടില്ല. ഒരു ഐഡിയ ഉദിച്ചതിൻ്റെ പിന്നിലും ഒരുപാട് നന്ദി പറയാണ് ആ വ്യക്തിനോട്. ഓക്കെ, കാരണം ഓരോ ദിവസം എന്നെ ഇങ്ങനെ ഇൻസ്പയർ ചെയ്യിപ്പിച്ചോണ്ടിരിക്കാൻ ഓരോ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു പോകുന്ന ഇത്രയേ ഉള്ളൂ. ചില സ്നേഹങ്ങൾ ഇങ്ങനെ മാറി പറഞ്ഞു വരുന്നിരിക്കും. ഇപ്പോൾ കപ്പിൾസ് തന്നെ ആയിക്കോട്ടെ, പലതരത്തിൽ മാറി വരാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പെൺകുട്ടിനെ സ്നേഹിക്കുകയും വിചാരിക്കുക, ചിലപ്പോൾ പെൺകുട്ടി ബ്രേക്കപ്പ് ആയിട്ട് പോകും, വേറെ ആൾ വരാം, അതിൻ്റെ വേറെ ആൾ വരാം. അങ്ങനെ അതൊരു ചേഞ്ച് ഉണ്ട്. പക്ഷെ ഈ ഒരു സ്നേഹത്തിനും ഈ ഒരു വാത്സല്യത്തിനും ഒരിക്കലും ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ലെന്നുള്ളതാണ്. ഈ ഒരു സ്നേഹവും വാത്സല്യവും എന്നും നിലനിൽക്കുന്നത് തന്നെയാണ്. പക്ഷെ നമ്മൾ എങ്ങനെ നോക്കിയാലും അതൊന്നും മറ്റൊരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന മറ്റൊരു സുഹൃത്തിനോ തരാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നമ്മളതിനെ
എത്ര സമയം എടുത്താലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. അവരെങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യാം. സങ്കടപ്പെട്ടാൽ നോക്കുക. നമ്മുടെ ഭാഗത്ത് നിന്ന് പലതും വന്നു പോയിട്ടുണ്ടാവാം, പക്ഷേ അതൊക്കെ ഡിപ്പെൻസ് അപ്പോൾ സിറ്റുവേഷൻ എന്ന് പറയാം. എന്നാൽ പോലും നമ്മൾ കഴിയുന്നതും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അവരൊന്നും ഇല്ലാന്നാവുന്ന സെക്കൻഡ്സ് ഉണ്ടല്ലോ, ആ സെക്കൻഡ്സിലൊക്കെ മനസ്സിലാവും അവരുടെ ഒരു വാല്യൂ ഉണ്ട്. ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമുക്ക് മാറി നിൽക്കാന്ന് പറ്റില്ല, അതുകൊണ്ട് പലപ്പോഴും മാറി നിൽക്കും. ഇപ്പം ഞാനായിക്കോട്ടെ പുറത്തെവിടെയും നിൽക്കുകയാണെങ്കിൽ മാറി നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല, മാറി നിൽക്കേണ്ട സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും മാറുന്ന പറ്റുമോ വെച്ച് നിൽക്കുന്നതാണ്. പക്ഷേ എന്നാൽ പോലും അവിടെ ചെല്ലുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഓക്കെ, എനിക്കെൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒട്ടും താല്പര്യമുള്ള കേസല്ല. പക്ഷേ ഇവര് ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്നേഹം അവരുടെ കരുതലും നമുക്ക് എവിടെ പോലും കിട്ടില്ല. അവിടെ നമ്മൾ മുട്ടുമടക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഓക്കെ, ഒരു കുട്ടി ആൺകുട്ടിയായിക്കോട്ടെ പെൺകുട്ടിയായിക്കോട്ടെ ഏറ്റവും കൂടുതൽ ബോണ്ടിങ് കാണിക്കുന്നതും ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നതും അവർ തന്നെയാണ്. ഓക്കെ, അമ്മമാർക്കൊക്കെ ഒരു ഫിലോസഫി പഠിച്ച് ഒരു ആക്ടിവിറ്റി പഠിച്ച് ഇങ്ങനെ പോയാൽ മാത്രം മതി. എല്ലാ കാര്യം കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് അവർ. ഒരു പഠനയിടയിലായിക്കോട്ടെ, ഇവർ ചെയ്യുന്ന പല കാര്യങ്ങൾക്കിടയിലായിക്കോട്ടെ അവർ കേട്ടിരിക്കും. ഇതുമായിട്ടുള്ള പരിഹാരം ഉദ്ദേശിക്കും. പക്ഷെ ചില പരിഹാരം നമുക്ക് പറ്റാറില്ല എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ഈ ഒരു എന്താ പറയുക റൊമാൻസ് എല്ലാം ഒന്നും അവർക്ക് പിടിക്കില്ല. ഞാൻ വീഡിയോ ചെയ്യുന്നത് പോലും ഇഷ്ടമല്ല. ഈ ലവ് പോഡ്കാസ്റ്റിന്റെ ബേസിക്കലി മോട്ടിവേഷനിസ്റ്റാണ്, ഇഷ്ടമല്ല. അത് എഗെയിനിസ്റ്റാണ് ആ കാര്യത്തിന്. അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും യോജിച്ച് പോവാറില്ല ആ കാര്യത്തിന്. എന്നാൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാല് സപ്പോർട്ടീവാണ് ചില സമയത്തൊക്കെ. കളിയൊക്കെ ചിരിക്കുകയും ചെയ്യാറുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ അവിടെ നമ്മളത് വേണ്ടാന്ന് പറയുമ്പോൾ പോലും അതിലും സ്നേഹമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. പക്ഷെ ഈ സ്നേഹം ഞാൻ വല്ലാണ്ട് ഇൻസ്പയറിംഗ് ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഒരുപാട് പേര് പ്രതീക്ഷ വരുന്നവരുണ്ടല്ലോ പോഡ്കാസ്റ്റ്. അവർ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും വേണ്ട കാര്യം അത് ഞാൻ വെറുതെ ചവിട്ടുവിട്ടിരുന്ന പോലെ ആവുന്നതുകൊണ്ട് മാത്രമേ അത് നിർത്താത്ത ആളുകളാണ്. ഓക്കെ, അതിന് മെൻ്റലായിട്ടുള്ള റീസൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ലോകത്തിലെ എല്ലാ അമ്മമാരെയും ആലോചിച്ച് പോയി. അതായത് അവിടെ ഒരു ചെറുപ്പ സമയം മുതൽ, പണ്ടത്തെ കാലമാണ്, അവരെന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവും. പെൺകുട്ടിയാണ്, അവർ ചെയ്യണം, അവിടെ കയറിക്കാൻ പാടില്ല, ഇവിടെ കയറിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ സ്ട്രഗിൾ ചെയ്ത് വരുന്ന ആൾക്കാർ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് മാത്രത് ആണുകളില്ലല്ലോ എന്നുള്ളത്. പണ്ടത്തെ ആൾക്കാരുടെ പൊട്ടത്തരം തന്നെയാണ് അത്. ഓക്കെ, കാരണം അവരുടെ ജീവിതം സ്പോയിൽ ചെയ്യുന്ന, അടുക്കളക്കുള്ളിൽ സ്പോയിൽ ചെയ്യുന്ന, അതിന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭരിക്കാൻ വരുന്ന പലതരത്തിലുള്ള സമൂഹങ്ങളൊന്നുണ്ട്. ഇന്നുമുണ്ട്, അന്നുമുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിക്കലാണ് ഇന്നും പല ആമ്പിളരും വെറുക്കുന്നതും പല രീതിയിലുള്ള എന്താ പറയുക പീഡനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതും. ഓക്കെ, പലപ്പോഴും നമ്മളുടെ കല്യാണത്തിൽ പിന്നതാനുള്ള കാരണം തന്നെയാണ്. ഇപ്പോഴും അത്ര ജൻസികൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അച്ഛന്മാരെ കണ്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന മൈൻഡ് സെറ്റുള്ള ആണുങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ആ അവസ്ഥ കുറച്ച് മാറ്റം ഉണ്ടെങ്കിലും ഇന്ന് തുടരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഹീറോസ് ആണ്. പുറത്ത് പണിക്ക് പോകുന്ന അച്ഛന്മാരെ കാട്ടി കൂടുതൽ ഹീറോസ് തന്നെയാണ് ഇവര്. കാരണം ഒന്നേ ഉള്ളൂ, അവർക്ക് അച്ഛന്മാർക്കില്ല അതൊരു കഴിവുണ്ട്, പേഷ്യൻസ്. ഈ പേഷ്യൻസ് ഇല്ലെങ്കിൽ ഈ വീഡിയോക്ക് മുമ്പിൽ വർത്തമാനം പറഞ്ഞ് ഞാൻ ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടാവില്ലായിരുന്നു. ഈ വീഡിയോ കാരണം നമ്മൾ ആരും ഉണ്ടാവില്ലായിരുന്നു. അത് നമ്മൾ ആലോചിക്കാം. കാരണം ഒരുപാട് വേദന സഹിച്ചിട്ടായിരിക്കും അവരത് നമ്മൾ പുറത്തോട്ട് വന്നവരോട് ചെയ്യുന്നവ. പലപ്പോഴും എടുത്ത് പറയാറുണ്ട് പല സമയങ്ങളിൽ, നമ്മളതിനെ കളിയാക്കാറുണ്ട്. പക്ഷെ അതൊരു ട്രൂത്താണ്. കാരണം അതിനാണ് ഏറ്റവും വലിയൊരു അവരെ അഡ്വാൻറ്റേജ്, അവരുടെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറഞ്ഞത്. അതിന് മുമ്പിൽ മുട്ടുമടക്കല്ലാതെ യാതൊരു നിവൃത്തി നമുക്കില്ല.
ഇതൊക്കെ നമുക്ക് അറിയാം തന്നെയാണ്. എന്നാൽ പോലും നമ്മളത് അംഗീകരിക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് അത് നമ്മളെ വണ്ണത്തരം കൊണ്ടാണ്. ഓക്കെ, റിയാലിറ്റി അറിയാമെങ്കിലും പലപ്പോഴും അംഗീകരിക്കാറില്ല എന്ന് പറയുന്നത് നമ്മളുടെ ബോധമില്ലായ്മ തന്നെയാണെന്നാണ്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാല് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം ചിലവർക്കും കൃത്യമായിട്ട് ലൈഫും കാര്യങ്ങളൊക്കെ വേണം. ഈ 17 വയസ്സിലുള്ള 19 വയസ്സിൽ പ്രസവിച്ചു എന്നൊക്കെ പറയുമ്പോൾ 18 വയസ്സെന്ന് പറഞ്ഞൊരു മെജോറിറ്റി, അതായത് ഒരു മേജർ കാലഘട്ടമാണ്. ഇന്നത്തെ കാലഘട്ടങ്ങളിലെ വിവാഹം കഴിച്ചാൽ തെളിവ് കൊടുക്കാം മാതാപിതാക്കൾക്ക് എന്ന് മാത്രം. പത്രകാലം പ്രായപൂർത്തിയാവാണ്ട് പോലും കൃത്യമായി എല്ലാം കഴിച്ചു കൊടുത്ത് ജീവിതം സ്പോയിലാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിനോടൊക്കെ എനിക്ക് വെറുപ്പാണ് സത്യം പറഞ്ഞത്. കാരണം അവര് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, ജോലി ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, സ്വന്തം കാലം നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, വ്യാപാരമായി നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ ഒന്നിനും സാധിക്കാത്തൊരവസ്ഥ, നിസ്സഹായത നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാറില്ല. അത് മനസ്സിലാക്കാത്തതും കാലം നമ്മൾ ഒരിക്കലും എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നമ്മള് റീഡിസ്കവർ അവർ മദർ. കാരണം നമ്മളൊന്ന് പിന്നോട്ട് പോയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ എത്ര വലുതായാലും അതിലേക്കൊന്ന് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പെൺകുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുക കാര്യം, പക്ഷെ ആൺകുട്ടികൾക്ക് മനസ്സിലാവണമെന്ന് യാതൊരു ബന്ധമില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് പെൺകുട്ടികളുടെ ആ അവസ്ഥ അനുഭവിക്കാൻ പോകുന്നവരായിരിക്കാം, അനുഭവിച്ച് കൊണ്ടിരിക്കുന്നതായിരിക്കും, അത് അവസ്ഥ മനസ്സിലാവും. പക്ഷെ ആണുങ്ങൾ ഒരിക്കലും അനുഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എനിക്ക് ഈ വീഡിയോ കാണുന്ന ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, അവരൊരിക്കലും പുച്ഛിക്കാനോ തള്ളാനോ നിൽക്കരുത്. കാരണം അവരുടെ മനസ്സിലൊരു കാര്യം തട്ടിക്കഴിഞ്ഞാൽ പോലും വലിയ ഇതൊന്നും ബാധിക്കുന്നതാണ്. അപ്പൊ ഞാനായിക്കോട്ടെ പല രീതിയിലും വിഷമിപ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്ക് അസല് പണി കിട്ടും. ദൈവം നാളെ ശരിക്കും നമ്മളങ്ങനെ വാച്ച് ചെയ്തിരിക്കുന്നുണ്ടാവും. കറക്റ്റ് സമയത്ത് പണിയാണ് കിട്ടും. പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ കുറിച്ചിട്ട് പശ്ചാത്തലത്തിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്ത കാര്യം തെറ്റാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം എനിക്ക് ഒരുപാട് സ്ട്രഗിൾ നേരിട്ട് വന്നിട്ടുണ്ട് എൻ്റെ പാരൻസ് കാരണം. പക്ഷെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സ്ട്രഗിൾ അതിനെക്കാട്ടി വലുതാണ്. അവർക്കാണ് ഏറ്റവും കൂടുതലുള്ള മുൻഗണന എന്നുള്ള ദൈവത്തിൻ്റെ അടുത്ത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളുള്ളൂ. ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, പക്ഷെ നമ്മളും തെറ്റിൽ ആവർത്തിക്കാറുണ്ട്. അത് മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് നമ്മൾ ഒരിക്കലും അത്തരം ഒരു കാര്യം നമ്മൾ നൽകാൻ പാടില്ല. അതായത് സ്ത്രീ അടിച്ചമർത്തപ്പെട്ടവളാണ്, ഒരിക്കലും അവര് സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ജോലി പോകാൻ പാടില്ല, വീട്ടിലിരിക്കാൻ പാടുള്ളൂ ചിന്താഗതി മാറ്റേണ്ട സമയമായിരിക്കുന്നു. അവരുടെ ഒരു ലൈഫാണ്, അവരൊരു മനുഷ്യരാണ്, അവർക്ക് കൃത്യമായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ട്. ഇന്നും പറയാനുള്ള വെച്ചാൽ എൻ്റെ ഉമ്മാടെ വീട്ടുകാര് ഇപ്പോഴും അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ പോലും കുട്ടിയോട് പഠിച്ചിട്ടില്ല. വീണ്ടും ഒരു പഴയ അനുഭവമുള്ള വീടാണ്. 20 വയസ്സിൽ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ കല്യാണം മുടങ്ങിപ്പോകും, കല്യാണം അടിച്ച് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര മണ്ട് ചിന്താഗതിയുള്ള ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അപകടത്തിലാവും. കാരണം നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇതിൽ തള്ളി വിട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾ ദുഃഖിക്കും എന്ന് ആലോചിച്ചു. ഓക്കെ, കിട്ടിയ അനുഭവങ്ങൾ പഠിച്ചിട്ട് തിരുത്താൻ ശ്രമിക്കാണ് വേണ്ടത്. ഓക്കെ, ഈ പെണ്ണിന് വേണ്ട വിദ്യാഭ്യാസമാണ്, കല്യാണമല്ല. സപ്പോർട്ടീവായിട്ടുള്ള എൻവയോൺമെന്റ്, സപ്പോർട്ടീവായിട്ടുള്ള കാര്യം കൊടുത്തു നോക്കും, അവർ നിങ്ങളുടെ കൂടെ എന്തുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന പീഡിത മരണങ്ങളിൽ ഒന്നു മാത്രമായിട്ട് മാറാം. അങ്ങനെ മാറാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയും ഓരോരുത്തരും മനസ്സിലാക്കുകയും വേണം. ഇല്ലാത്ത പക്ഷം അതിലൊരു പങ്കാളിയുടെ നിങ്ങളുടെ മകളോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് കാണുന്നത് ഒരു പിതാവോ ഒരാളാണെങ്കിൽ മനസ്സിലാക്കാം. നിങ്ങളുടെ മകളോ നിങ്ങളുടെ ഭാര്യയോ ആണ് സിറ്റുവേഷൻ പോകുന്നതെങ്കിൽ നിങ്ങളോട് ആലോചിച്ച് നോക്കുക, അവിടെ സ്ട്രഗിൾ മാത്രമാണ്. എത്രയും വേദന സഹിക്കുമെന്ന് മനസ്സിലാക്കാം. അപ്പൊ അത്രയും എനിക്ക് ഈ പോഡ്കാസ്റ്റിൽ പറയാനുള്ളൂ. കാരണം ഇന്നത്തെ പോഡ്കാസ്റ്റ് ഒരുപാട് റൊമാൻറ്റിക് ആയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം അതിനെ പറ്റി ഒരു ടോപ്പിക് അല്ലല്ലോ ഇത്. അല്ല, ഒരുപാട് നിങ്ങളുടെ ഇമോഷണൽ ആക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അതിനെ പറ്റി ടോപ്പിക്കും അല്ല. എന്തായിരുന്നു നമ്മുടെ ടോപ്പിക്ക്? ലവിലെ ഏറ്റവും വലിയ പര്യായമായിട്ടുള്ള വ്യക്തിയെ കുറിച്ചാണ് നമ്മുടെ ടോപ്പിക്ക്. ഇതിനെക്കുറിച്ച് പോഡ്കാസ്റ്റ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഏതിനെ കുറിച്ച് പോഡ്കാസ്റ്റ് ചെയ്ത കാര്യം? ഓക്കെ,
ഒന്നേ പറയാനുള്ളൂ, ഡിസ്കവർ യുവർ മദർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്, ചേഞ്ച് യുവർ സെൽഫ്. താങ്ക് യു.